അതിതീവ്രമായ മഴയെ തുടർന്ന് ഉണ്ടായ ദുരിതത്തിൽ നിരവധിയായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ ദുരന്തമുഖത്താണ്. അതുപോലെ തന്നെ നമ്മുടെ നാടെല്ലാവരും ഒറ്റക്കെട്ട ഒരേ മനസ്സോടുകൂടി ഒരു രാഷ്ട്രീയവും ജാതി മത ഭേദമന്യേ എല്ലാവരും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങിയവരാണ്. റാന്നിയിൽ നിന്നും 400 പേർക്ക് ഉള്ള പലവ്യഞ്ജന സാധനങ്ങൾ, അതായത് അരി, പഞ്ചസാര, പയറ്, പരിപ്പ്, തേയില, കുട്ടികളുടെ കാഷ്വൽ ഡ്രസ്സ്, ടീഷർട്ട് തുടങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞ് റാന്നിയിൽ നിന്നും ഇതെല്ലാം ക്യാമ്പുകൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നതും തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭ അവരോടൊപ്പം തന്നെ അവരോടായി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്കെല്ലാം ഒരു കൈത്താങ്ങാകുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. പത്തനംതിട്ട മുതൽ അങ്ങോട്ടുള്ള എല്ലാ ജില്ലകളിലും മഴക്കെടുതി ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും കൺട്രോൾ റൂമുകളിൽ നഗരസഭ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു പ്രസ് മീറ്റ് വിളിച്ചതിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇപ്പോൾ വളരെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ടാണ് ഒരു പ്രസ് മീറ്റിലൂടെ തന്നെ അറിയിക്കാമെന്ന് വിചാരിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ പല ജില്ലകളിലും അതിതീവ്രമായ മഴയെ തുടർന്ന് ഉണ്ടായ ദുരിതത്തിൽ നിരവധിയായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ ദുരന്തമുഖത്താണ്. പലർക്കും വീടുകൾ നഷ്ടപ്പെട്ടു, സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട കുറേ സഹോദരങ്ങൾ ഇപ്പോൾ നിരവധിയായിട്ടുള്ള ക്യാമ്പുകളിൽ കിടക്കുന്ന സാഹചര്യം നമ്മളെല്ലാവരും അറിയുന്നതാണ്. തീർച്ചയായിട്ടും അവർക്കെല്ലാം ഒരു കൈത്താങ്ങാകുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും തിരുവനന്തപുരമാണ്, നമ്മുടെ തലസ്ഥാന നഗരത്തിലെ ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നഗരസഭ ആ സഹോദരങ്ങൾക്കെല്ലാം തന്നെ ഒരു കൈത്താങ്ങാകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മളിവിടെ ഒരു കളക്ഷൻ ക്യാമ്പയിൻ നടത്തുവാനായിട്ട് തീരുമാനിച്ചു. ഇന്നലെ അതിൻ്റെ പ്രാരംഭ നടപടി എന്ന രീതിയിൽ നമ്മൾ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ എല്ലാ കൗൺസിലർമാരെയും അറിയിച്ച് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ തിരുവനന്തപുരം നഗരസഭ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ ഒരു നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ തന്നെ നമ്മൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരുമായിട്ടും ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. ഈ 2 മീറ്റിങ്ങിലും നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് സൂചിപ്പിച്ചു, ഇത് നമ്മളിങ്ങനെ ഒരു പ്രസ് മീറ്റ് വച്ചത് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനൊരു കളക്ഷൻ ഡ്രൈവിൽ നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെയും അതുപോലെയുള്ള സുമനസ്സുകളുടെയും ഒക്കെ തന്നെ സഹായം ലഭ്യമാക്കണമെന്ന ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മളെല്ലാവരെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇവിടെ നമുക്കറിയാം, നമ്മൾ മുമ്പും തിരുവനന്തപുരം നഗരസഭ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പ്രളയം വന്നപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാടെല്ലാവരും ഒറ്റക്കെട്ട ഒരേ മനസ്സോടുകൂടി ഒരു രാഷ്ട്രീയവും ജാതി മത ഭേദമന്യേ എല്ലാവരും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങിയവരാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കുവാനായിട്ട് നമുക്ക് മുന്നോട്ട് ഇറങ്ങാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാരും മേയറും ഞാനും ഒക്കെ തന്നെ ഇവിടേക്ക് ചെയർമാൻമാരും ഒക്കെ തന്നെ നമ്മൾ പേജിൽ ഒക്കെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണ് അവശ്യ സാധനങ്ങൾ എന്നുള്ളതിൻ്റെ ലിസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഇട്ടിട്ടുള്ള ലിസ്റ്റ് സോപ്പ്, ടവൽ, തോർത്ത്, നൈറ്റി, ലുങ്കി, സാനിറ്ററി പാഡ്, ബിസ്ക്കറ്റ്, ബേബി ഫുഡ്, അതുപോലെ കുടിവെള്ളം അടക്കമുള്ള കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പലതും നമുക്കിപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. പലരും ഇന്ന ക്വാണ്ടിറ്റി അടക്കമുള്ള സാധനങ്ങൾ വൈകുന്നേരത്തിനുള്ളിൽ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള അഡീഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് റാന്നിയിൽ നിന്നും 400 പേർക്ക് ഉള്ള പലവ്യഞ്ജന സാധനങ്ങൾ, അതായത് അരി, പഞ്ചസാര, പയറ്, പരിപ്പ്, തേയില, കുട്ടികളുടെ കാഷ്വൽ ഡ്രസ്സ്, ടീഷർട്ട് തുടങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞ് റാന്നിയിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇടുക്കിയിൽ നിന്നും ഉള്ളൻ ബ്ലാങ്കറ്റ്, പായ, സ്വെറ്റേഴ്സ്, പിന്നെ ടീഷർട്ട്സ്, ഇതൊക്കെ തന്നെ അവിടെ നിന്നും നമ്മളെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇതൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണമെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നൊരു പ്രസ് മീറ്റ് വിളിച്ചത്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. നിങ്ങളെല്ലാവരും മാക്സിമം നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ മീഡിയയിലൂടെയുള്ള പബ്ലിസിറ്റിയും ഒക്കെ തന്നെ കൊടുക്കുക. മാക്സിമം സഹായം നമുക്ക് ലഭ്യമാക്കണമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മീറ്റ് ഇവിടെ നടത്തിയത്. താങ്ക് യു. വേറെ എന്തെങ്കിലും അഡീഷണൽ
ചോദിക്കേണ്ടതായിട്ടുണ്ട്? ബാക്കി സെക്രട്ടറി സംസാരിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ എന്തായാലും നമ്മൾ ഇന്നൊരു വൈകുന്നേരം ഒരു ലോഡ് വരുന്ന എല്ലാ സാധനങ്ങളും ഇന്ന് വൈകുന്നേരം കൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പ്രദേശത്ത് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബാക്കി റിക്വയർമെൻറ്റ്സ് എവിടെ നിന്നാണോ വരുന്നത് അത് അനുസരിച്ച് നമ്മൾ ബാക്കി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ അറിയാൻ സാധിച്ച പല ക്യാമ്പുകളും 2-3 ദിവസത്തിനകം ചിലപ്പോൾ അതിൻ്റെ പേര് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതില്ല ക്യാമ്പുകൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന് തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭ അവരോടൊപ്പം തന്നെ അവരോടായി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അഡീഷണലായിട്ട് പറയാനുള്ളത്, നഗരസഭയുടെ മെയിൻ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമാണ് ഇതിനു വേണ്ടി തുറന്നിട്ടുള്ളത്, സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ 11 സോണൽ ഓഫീസുകളിലും ഓഫീസ് ടൈമിൽ കളക്ട് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഉദ്യോഗസ്ഥരെ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം കൊല്ലത്ത് മാത്രമാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കാതെ. മറ്റ് പത്തനംതിട്ട മുതൽ അങ്ങോട്ടുള്ള എല്ലാ ജില്ലകളിലും മഴക്കെടുതി ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും കൺട്രോൾ റൂമുകളിൽ നഗരസഭ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന റിക്വയർമെൻറ്റ് അനുസരിച്ച് മുൻഗണനാ ക്രമത്തിൽ നമുക്കിത് കൊടുക്കാൻ കഴിയും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായിരുന്നാലും നമ്മളുടെ ഡെപ്യൂട്ടിമാർ പറഞ്ഞതുപോലെ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇന്ന് തന്നെ നമ്മൾ എത്തിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും അതിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇത് നീട്ടണോ വേണ്ടേ എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാവുന്നതാണ്. അത്ര 730-6619-802 6619-802. അതുപോലെ തന്നെ ലഭിക്കുന്ന സാധനങ്ങൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എല്ലാം പരിശോധിച്ച് കൃത്യമായിട്ട് അത് എക്സ്പയറി അല്ല എന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്താൻ വേണ്ടി പ്രത്യേകം ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പരിശോധിച്ചാണ് സ്ക്രൂട്ടിനി ചെയ്തിട്ടാണ് സാധനങ്ങൾ എടുക്കുന്നത്. അത്രയും കാര്യങ്ങളൂടെ നഗരസഭ നോക്കുന്നുണ്ട്.